നമസ്കാരം. ശ്രീമദ് ഭാഗവതം മൂലം പ്രഭാഷണം ഭാഗം 104. ഓം ഗം ഗണപതയേ നമഃ. ഓം സം സരസ്വതേ സ്വാഹ. ഓം ശ്രീ ഗുരുഭ്യോ നമഃ. ഓം ശ്രീ രംഗനാഥ ശർമ്മണേ നമഃ. നാരായണ 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 നാരായണ. ഓം ശ്രീകൃഷ്ണാർപ്പണമസ്തു. ഓം ശ്രീകൃഷ്ണായ പരബ്രഹ്മണേ നമഃ. ഓം ശ്രീകൃഷ്ണായ പരമാത്മനേ നമഃ. ഹരേ രാമ 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 ഹരേ ഹരേ, ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ. ശ്രീമദ് ഭാഗവതം മൂലം പ്രഭാഷണം ഭാഗം 104. ഇത് പ്രഥമസ്കന്ധത്തിൽ 10-ാം അധ്യായത്തിലെ 6-ാമത്തെ ശ്ലോകമാണ് പറയേണ്ടത്. ന ആധയോ വ്യാധയ ക്ലേശാ ദൈവഭൂതാത്മഹേതവ അജാതശത്രാ അവഭവൻ ജന്തൂനാം രാജ്ഞികർഹിച്ചിത്. ന ആധയോ വ്യാധയ ക്ലേശാ ദൈവഭൂതാത്മഹേതവ അജാതശത്രാവഭവൻ ജന്തൂനാം രാജ്ഞി കർഹിച്ചിത്. ഇതിൻ്റെ വാക്കാർത്ഥം പറയുമ്പോൾ ആദികൾ, വ്യാധികൾ, ദൈവങ്ങൾ, ഭൂതങ്ങൾ, ആത്മാവ് ഇവയിൽ നിന്നുണ്ടാകുന്ന ക്ലേശങ്ങൾ അല്ലെങ്കിൽ ദുഃഖങ്ങൾ അജാതശത്രു രാജാവായിരിക്കുമ്പോൾ, അജാതശത്രു എന്നുള്ളത് ധർമ്മപുത്രരുടെ പേരാണ്, ധർമ്മപുത്രര് രാജാവായിരിക്കുമ്പോൾ പ്രാണികൾക്ക് ഒരു കാലത്തും ഉണ്ടായില്ല എന്നാണ്. ആദികൾ, വ്യാധികൾ മുതലായിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ഈ വാക്കിൻ്റെ അർത്ഥം പറയുമ്പോൾ അങ്ങനെ പറയാം. അപ്പോൾ അതിൻ്റെ ഒരു ഭാവാർത്ഥം കൽപ്പിക്കുമ്പോൾ അജാതശത്രുവായ ധർമ്മനന്ദനൻ രാജാവായിരിക്കുന്ന കാലത്ത് പ്രാണികൾ മനസ്സിൽ ദുഃഖങ്ങളില്ല. അപ്പോൾ ദുഃഖങ്ങൾ എവിടെ ഉണ്ടാവുക? മനസ്സിൽ. ആ മനസ്സ് നിഷ്കളങ്കവും നിർമ്മലതയുമായി തീർന്നാൽ പിന്നെ അവിടെ ഈശ്വര തേജസ് മാത്രമേ ഉണ്ടാവൂ. ഇപ്പം നമ്മൾക്ക് ഈശ്വരനെ ബിംബത്തിൽ കാണാൻ മാത്രമേ കഴിവുള്ളൂ. എന്താ കാരണം? മനസ്സ് പാപപങ്കിലമായി നീഡ് ബൈസാണ്. അമ്പലത്തിൽ പോകുന്നത്, വഴിപാട് ചെയ്യുന്നത് നീഡ് ബൈസാണ്. അങ്ങനെയല്ല, അത് അൺകണ്ടീഷണൽ ലവ് ടുവേഴ്സ് ദി ഗോഡ്ലിനെസ്. ഐ ആം നോട്ട് ടെല്ലിങ് ഗോഡ് ഓർ ഗോഡസസ്. അങ്ങനൊരു വസ്തു ഇല്ല എന്നാണ് പറയുക. ഗോഡ്ലിനെസ്, ടു ബി കൈൻഡ് ടു ആൾ, എല്ലാ ജീവജാലങ്ങളോടും മര്യാദാമസൃണമായിട്ട് ജീവിക്കുകയാണെങ്കിൽ ആ വ്യക്തിനെ ഗോഡ് എന്ന് പറയാം. കാരണം അതുകൊണ്ടാണ് ഈ അഹം ബ്രഹ്മാസ്മി എന്ന് പറയാൻ കാരണം. തത്വമസി അയമേവ ബ്രഹ്മം പ്രജ്ഞാനം ബ്രഹ്മ. അപ്പോൾ ഞാൻ എൻ്റെ മക്കളുടെ അച്ഛനാണെങ്കിൽ വേറൊരു സ്ത്രീക്കും പുരുഷനും ഞാൻ മകനാണ്, വേറൊരു സ്ത്രീയുടെ ഭർത്താവാണ്, വേറൊരാൾക്ക് ഞാൻ സഹോദരനാണ്, അനിയനാണ്, ജ്യേഷ്ഠനാണ്. റിലേറ്റീവ് ടേംസിലെ പദവികൾ മാറും, വ്യക്തി ഒന്നുതന്നെയാണ്. അപ്പോൾ സർവത്ര വ്യാപിച്ചിരിക്കുന്ന സർവജ്ഞനായ സർവേശ്വരനായ ആ ആത്മീയ ചൈതന്യം എൻ്റെ ഉള്ളിലാണ് എന്നുള്ള ബോധം വന്നാൽ ജീവിതം രക്ഷപ്പെട്ടു. ഇല്ലെങ്കിലോ ജീവിതം പുനരഭിജനനം, പുനരഭിമരണത്തിൽ കടന്ന് കഷ്ടകാലം മാത്രം ഭുജിച്ചുകൊണ്ട് അനുഭവിക്കേണ്ടി വരും. അതുകൊണ്ടാണ് ഇവിടെ പ്രത്യേകം പറഞ്ഞു മനസ്സിൽ ദുഃഖങ്ങളില്ല. പിന്നെ എന്താ പറഞ്ഞത്? ശീതോഷ്ണാദി നിമിത്തമുണ്ടാകുന്ന രോഗങ്ങളുമില്ല. ഈ രോഗങ്ങൾ വരാനുള്ള കാരണം എന്താ? ശീതം, ഉഷ്ണം, സമ്മിശ്രം ഈ അവസ്ഥകളെ മാനിക്കാതെ കൊണ്ട് പെരുമാറുക. നന്നായി വയർത്ത് വന്ന സമയത്ത് ഉടനെ ഫാൻ ഇട്ടിരുന്നാൽ കേടാണ്. കാരണം എന്താ? അതിനെ അൺനാച്ചുറൽ വേ ആണ് നമ്മൾ ക്ഷമിപ്പിക്കുന്നത്. നേരെ മറിച്ച് കുറച്ച് കാറ്റോട്ടുള്ള രീതിയിൽ വല്ല മരത്തിൻ്റെ ചുവട്ടിലേക്കോ അല്ലെങ്കിൽ നമ്മുടെ വീടിൻ്റെ അങ്കണത്തിലേക്കോ ഒന്ന് മാറി നിന്ന് ആ സ്വാഭാവികമായിട്ട് ആ വയർപ്പ് പറ്റണം. അല്ല നേരെ ഒന്ന് കുളിച്ചു അപ്പോൾ അസുഖമായി. കാരണം ശരീരത്തിൻ്റെ ഉള്ളിലുള്ള താപവും അന്തരീക്ഷ താപവും കൂടി ഒരു അഡ്ജസ്റ്റ്മെൻറ്റ് വരാനുണ്ട്. ഇതൊരു പ്രക്രിയയാണ്. ഈ പ്രക്രിയകൾ മനസ്സിലാക്കാതെ കൊണ്ട് എല്ലാം എനിക്ക് അറിയുന്നുള്ള നാട്ടിലാണ് നമുക്ക് പ്രശ്നം ഉണ്ടാക്കുന്നത്.
അപ്പോൾ ദുഃഖങ്ങൾ ശീതോഷ്ണാദി ദോഷം നിമിത്തമുണ്ടാകുന്ന രോഗങ്ങളുമില്ല. പിന്നെ പ്രശ്നങ്ങൾ എങ്ങനെയൊക്കെ ഉണ്ടാവുക? 3 തരത്തിലാണെന്നാണ് പറഞ്ഞത്. ഒന്ന് ദൈവം, പിന്നെ ഭൂതങ്ങൾ, ജീവജാലങ്ങൾ, പിന്നെ ആത്മാവ്. ഈ 3 കാരണങ്ങൾ കൊണ്ടുണ്ടാകുന്ന ക്ലേശങ്ങളുമില്ല. അതിനെയാണ് ആധ്യാത്മികം. ദൈവം എന്നുള്ളതിന് ആധ്യാത്മികം, ഭൂതം എന്നുള്ളതിന് ആദിഭൗതികം, ആദി ദൈവികം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പരബ്രഹ്മം. പരബ്രഹ്മം ചിലപ്പോൾ ചൊട്ടും നമുക്കറിയില്ല. കാരണം എന്താ? മൂപ്പര് നിരാകാരനാണ്, വരണതും പോണതും അറിയില്ല. അപ്പോൾ ധർമ്മപുത്രർക്ക് ദുര്യോധനാദി ശത്രുക്കളുണ്ടായിരുന്നുവല്ലോ. അത് കഥയിൽ. ഒരിക്കലും ധർമ്മപുത്രർ ദുര്യോധനൻ എൻ്റെ കസിൻ ബ്രദറല്ല, എൻ്റെ ശത്രുവാണെന്ന് എവിടെയും പറഞ്ഞിട്ടില്ല, പറയൂല. കാരണം എന്താ? അദ്ദേഹത്തിന് സ്നേഹിക്കാനും ആദരിക്കാനും മാത്രമേ അറിയുള്ളൂ. ധർമ്മചക്ഷുസ് കൊണ്ടാണ് അദ്ദേഹം കാണുന്നത്. ദുര്യോധനൻ നോക്കണതോ അധർമ്മചക്ഷുസ് കൊണ്ട്. അപ്പോൾ ഇവിടെ ഒരു കഥ പറയേണ്ടി വരും. എന്താ കഥ? ഈ ദ്രോണാചാര്യര് ഈ ധനുര്യാഗം ചില പരീക്ഷണങ്ങളൊക്കെ ചെയ്ത് പരീക്ഷണത്തിൽ ആരാണ് വിജയിക്കുന്നത്, കൂടുതൽ മാർക്ക് ആർക്ക്, ഡിസ്റ്റിങ്ഷൻ ആർക്കാണ്, ആരാണ് ഫസ്റ്റ് ക്ലാസ്, ആരാണ് തോറ്റത് എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ ഒരു പരീക്ഷണം എന്നുള്ള നിലയ്ക്ക് ധർമ്മപുത്രരെ വിളിച്ച് പറഞ്ഞു, ഈ ലോകത്ത് അധർമ്മികളായിട്ട് ആരെങ്കിലും ഉണ്ടെങ്കിൽ കണ്ടുപിടിച്ചിട്ട് വരാൻ പറഞ്ഞു. ദുര്യോധനോട് പറഞ്ഞു, ധർമ്മം അനുവർത്തിച്ച് വരുന്ന വല്ലവരുണ്ടെങ്കിൽ കണ്ടിട്ട് വരാൻ പറഞ്ഞു എന്നാ കഥ. രണ്ടാളും മടങ്ങി വന്നിട്ട് പറഞ്ഞു, ദുര്യോധനൻ പറഞ്ഞു, ഞാൻ ധർമ്മിഷ്ഠന്മാരെ കണ്ടിട്ടില്ല. ധർമ്മപുത്രർ പറഞ്ഞു, ഞാൻ അധർമ്മിഷ്ഠന്മാരെയും കണ്ടിട്ടില്ല. അതാണ് കാഴ്ചപ്പാട്. ഇപ്പം നമ്മൾ ഈ പൂരത്തിനൊക്കെ പോയാൽ ഒരേ കളറുള്ള പല കളറുള്ള കണ്ണടകൾ കിട്ടും. അത് ഇട്ട് നോക്കിയാൽ എല്ലാം ആ കളറായിട്ട് തോന്നും. അതാണ് ജീവിതം. പക്ഷേ അതിനൊക്കെ മേലെ നമ്മളെ നിയന്ത്രിക്കുന്ന ഒരു ശക്തിവിശേഷം നമ്മുടെ ഉള്ളിൽ തന്നെ ചൈതന്യവത്തായിട്ടുണ്ടെന്നും ആ ചൈതന്യം തന്നെയാണ് എല്ലാ ജീവജാലങ്ങളെന്നും പറഞ്ഞാൽ പിന്നെ ധർമ്മപുത്രരെ പോലെ ശത്രുക്കളില്ലാത്ത ഒരു ജീവിത സന്ധാനം നമുക്ക് നടത്താൻ പറ്റും. അപ്പോൾ ഇവിടെ പറഞ്ഞു, അദ്ദേഹം ആരിലും ശത്രുത കരുതിയിട്ടില്ലാത്തത് കൊണ്ടാണ് അങ്ങനെ പറഞ്ഞത് എന്ന് അറിയണം എന്ന് പറഞ്ഞു. അത് കഴിഞ്ഞ് ഇനി 7ഉം 8ഉം ശ്ലോകങ്ങളൊപ്പം പോവും. ഉഷിത്വാ ഹസ്തിനപുരേ മാസാൻ കതിപായാൻ ഹരി സുഹൃതാം ച വിശോകായ സുസുശ്ച പ്രിയകാമ്യയാം ആമന്ത്ര്യ ച അഭ്യനുജ്ഞാത പരിഷ്യജ്യാഭിവാദ്യതം ആരുരോഹരഥം കൈശ്ചിത് പരിഷക്തോ അഭിവാദിതാം. ആ 2 ശ്ലോകം ഒന്നുകൂടി പറയാം. ഉഷിത്വാ ഹസ്തിനപുരേ മാസാൻ കതിപയാൻ ഹരി സുഹൃതാം ച വിശോകായ സ്വസുശ്ച പ്രിയകാമ്യയാ ആമന്ത്ര്യ ച അഭിനിജ്ഞാതാം പരിഷ്യജ്യാഭിവാദ്യതം ആരുരോഹരഥം കൈശ്ചിത് പരിഷക്തോ അഭിവാദിതാം. ഇതിനർത്ഥം പറയുമ്പോൾ ഹസ്തിനപുരത്തിൽ കുറേ മാസങ്ങളിൽ കൃഷ്ണൻ സഹോദരിക്ക് പ്രിയത്തെ ചെയ്യുവാനുള്ള ഇഷ്ടത്താലും സുഹൃത്തുക്കളുടെയും ശോകമില്ലായ്മയ്ക്കും വേണ്ടിയിട്ട് വസിച്ചിട്ട് ആമന്ത്ര്യ യാത്ര പറഞ്ഞിട്ട് ആലിംഗനം ചെയ്യപ്പെട്ടവനും അനുഭവിക്കപ്പെട്ടവരുമായിട്ട് ആലിംഗനം ചെയ്തിട്ടും അവനെ വന്ദിച്ചിട്ടും തേരിൽ കയറി എന്ന് പറഞ്ഞാൽ കുറച്ച് ടെക്നിക്കാലിറ്റി ഉണ്ട് ആ ശ്ലോകത്തിൽ. എന്താ അത്? ഈ ഭാവാർത്ഥം പറയുമ്പോൾ മാറും. ശ്രീകൃഷ്ണ ഭഗവാൻ സുഹൃത്തുക്കളായ പാണ്ഡുനന്ദനന്മാരുടെയും സഹോദരിയായ സുഭദ്രയുടെയും ദുഃഖങ്ങളെ നീക്കി പ്രിയത്തെ ജനിപ്പിക്കുവാനായി ഹസ്തിനപുരയിൽ കുറേ മാസം വസിച്ചു. അപ്പോൾ ഈ പ്രിയം എന്നുള്ളത് ജനിപ്പിക്കണം, സ്വയം ജനിപ്പിക്കാം. എങ്ങനെ? ഈശ്വരീയ കഥകളൊക്കെ മനസ്സിലാക്കി നമ്മൾ എങ്ങനെ ജീവിക്കണം എന്നുള്ളൊരു മോഡുലേഷൻ നമുക്ക് മനസ്സിലായാൽ ആ മോഡുലേഷൻ പ്രകാരം നമ്മൾ ജീവിക്കുമ്പോൾ നമ്മൾ നമ്മുടെ ഉള്ളിൽ മറ്റുള്ളവർക്കുള്ള പ്രിയത്തെ വർദ്ധിപ്പിച്ചു എന്നുള്ള അർത്ഥമായി.
അതേമാതിരി മറ്റുള്ളവരും ലോകാസമസ്ത സുഖിനോ ഭവന്തു എന്ന് പ്രാർത്ഥിക്കാൻ തുടങ്ങിയാൽ അപ്പോൾ ഒരു കോമൺ പ്രെയറായി സർവത്ര ലോകാസമസ്ത സുഖിനോ ഭവന്തു. അത് എല്ലാ ജീവജാലങ്ങളുടെയും ഉത്തിഷ്ഠത, ജാഗ്രതയോടുകൂടി ഉണർന്നിരുന്ന കർമ്മമണ്ഡലത്തിൽ നിവൃത്തി മാർഗതൽപരന്മാരായിട്ട് ഇരിക്കാൻ സാധിക്കും. പിന്നെ ധർമ്മപുത്രൻ മുതലായവരെ നമസ്കരിച്ച് അനുജ്ഞ വാങ്ങിയും. ഭഗവാനെ കുറേ ആൾക്കാർ നമസ്കരിച്ചു. പിന്നെ ഭഗവാൻ ധർമ്മപുത്രരെ പോലെയുള്ള വിതുരരെ പോലെയുള്ളവരെയൊക്കെ അങ്ങോട്ട് നമസ്കരിച്ചു. അപ്പോൾ അനുജ്ഞ വാങ്ങിയും ചിലരാൽ ആലിംഗനം ചെയ്യപ്പെട്ടും. സ്നേഹത്തിന് പല മാനദണ്ഡങ്ങളുണ്ട്. ചിലവർക്ക് നമ്മൾ കൈവീശി കാണിക്കും, ചിലവർക്ക് നമ്മൾ നമസ്തേ എന്ന് പറയും, ചിലവർക്ക് നമ്മൾ അടുത്ത് പോയി പാറ്റ് ചെയ്യും, വേറെ ചിലവരെ നമ്മൾ ആലിംഗനം ചെയ്യും. അതേപോലെ പലരും നമ്മളെ ആലിംഗനം ചെയ്യും, പലരും നമ്മളെ പാറ്റ് ചെയ്യും, പലരും നമ്മൾക്ക് ഹസ്തദാനം ചെയ്യും, ചിലവർ ടാറ്റ പറയും. ഇതിൽ നിന്നൊക്കെ അവർക്ക് നമ്മളോടും നമ്മൾക്ക് അവരോടുള്ള ആറ്റിറ്റ്യൂഡ് എന്താണെന്ന് എക്സ്പ്രസ് ചെയ്യലാണ്. അപ്പോൾ ഇവിടെ അദ്ദേഹം ചിലരെ വന്നിച്ചുകൊണ്ടും യാത്രയ്ക്കായി ഒരുങ്ങി തേരിൽ കയറി ഇരുന്നു. യഥോചിതം പ്രവർത്തിച്ച് മനുഷ്യഭാവത്തെ നന്നായി അഭിനയിച്ചു എന്ന് സാരം. ഭഗവാൻ ഓരോ കഥാപാത്രത്തെയും ഉൾക്കൊണ്ട് അഭിനന്ദനാർഹമായ രീതിയിൽ അഭിനന്ദിക്കുകയാണ്. ഇനി 9ഉം 10ഉം ശ്ലോകങ്ങൾ പോവും. അതെങ്ങനെയാ? സുഭദ്രാ ദ്രൗപദി കുന്തി വിരാടതനയാ തഥാ ഗാന്ധാരി ധൃതരാഷ്ട്രശ്ചായുയുത്സുർ ഗൗതമോ നയമോ മൃഗോദരശ്ച ദൗമ്യശ്ച സ്ത്രിയോ മത്സ്യസുതാദയാ ന സേഹിരേവ് മുഹ്യന്തോ വിരഹം ശാർഗധന്വനാം. എന്താ ശ്ലോകം? സുഭദ്രാ ദ്രൗപദി കുന്തി വിരാടതനയാ തഥാ ഗാന്ധാരി ധൃതരാഷ്ട്രശ്ചായുയുത്സുർ ഗൗതമോ യമോ മൃഗോദരശ്ച ധൗമ്യശ്ച സ്ത്രിയോ മത്സ്യസുതാദയാം ന സേഹിരേ വിമുഹ്യന്തോ വിരഹം ശാർഗധന്വനാം. എന്താ അതിനർത്ഥം പറയാം? ഇതിൽ വാക്കാർത്ഥം പ്രധാനമായിട്ട് പറയാനില്ല, കാരണം എല്ലാം പ്രൊനൗൺസാണ്, നൗൺസാണ്, ആൾക്കാരുടെ പേരുകളാണ് അല്ലേ, നാമധേയങ്ങൾ നൗൺസാണ്, നാമങ്ങൾ എന്നർത്ഥം. അപ്പോൾ അതിൽ ഒരു 2-3 അർത്ഥം പറയുകയും ചെയ്തിട്ടുണ്ട്. വിമുഹ്യന്ത എന്ന് പറഞ്ഞാൽ വിമോഹിച്ചവരായിട്ട്. ശാർഗധന്വന കൃഷ്ണൻ്റെ വിരഹം, വിയോഗത്തെ സഹിച്ചില്ല. അതായത് മായ കൊണ്ടല്ല, അതായത് മോഹിച്ചിട്ട് എന്ന് പറഞ്ഞാൽ മായ കൊണ്ടെന്നാ, വിമോഹിച്ചിട്ട് എന്ന് പറഞ്ഞാൽ മായയെ തരണം ചെയ്ത ഭഗവാൻ തന്നെയാണ് ഇദ്ദേഹം, ശ്രേഷ്ഠനാണ് കൃഷ്ണൻ എന്ന് അറിഞ്ഞുകൊണ്ട് വിയോഗത്തെ സഹിച്ചില്ല. അതാർക്കൊക്കെ എന്ന് ചോദിച്ചാൽ സുഭദ്ര എന്ന് പറഞ്ഞത് അദ്ദേഹത്തിൻ്റെ സഹോദരി, പാഞ്ചാലി പാണ്ഡവന്മാരുടെ ഭാര്യ, കുന്തിദേവി പാണ്ഡവരുടെ അമ്മ, ഉത്തര തൻ്റെ സഹോദരിയായിരിക്കുന്ന സുഭദ്രയുടെ മകൻ അഭിമന്യുവിൻ്റെ മകൻ ഭാര്യ, അതാണ് ഉത്തര. അത് കഴിഞ്ഞിട്ട് ഗാന്ധാരി ധൃതരാഷ്ട്ര മഹാരാജാവിൻ്റെ അമ്മ, ഇവരുടെ വല്യമ്മ, പാണ്ഡവന്മാരുടെ വല്യമ്മ. പിന്നെ രാജാവ് ധൃതരാഷ്ട്ര വല്യച്ഛൻ. യുയുത്സു എന്ന് പറഞ്ഞാൽ ധൃതരാഷ്ട്രക്ക് വൈശ്യ സ്ത്രീയിലുണ്ടായിട്ടുള്ള മകൻ എന്നാണ് പറഞ്ഞത്. അദ്ദേഹം എന്താണ് പറയുക, ക്ഷത്രിയനല്ല, അതുകൊണ്ട് അദ്ദേഹത്തിന് രാജാധികാരമില്ല, മനസ്സിലായില്ലേ? അതുകൊണ്ടാണ് ധൃതരാഷ്ട്രർക്ക് വൈശ്യസ്ത്രീയിൽ ജനിച്ചവൻ ആണ് യുയുത്സു. പിന്നെ കൃപരൻ, നകുലൻ, സഹദേവൻ, ഭീമൻ, ധൗമ്യൻ, സത്യവതി ഇവരെല്ലാവരും മോഹിച്ച് ശ്രീകൃഷ്ണൻ്റെ വേർപാട് നിമിത്തമുള്ള ദുഃഖത്തെ സഹിക്കവയ്യാത്തവരായിരുന്നു. അവിടെ മോഹിച്ചെന്നാ, ചിലവരെ വിമോഹിച്ചെന്നും പറഞ്ഞിട്ടുണ്ട്. മനസ്സിലായോ? അപ്പോൾ ഈ വാക്കുകളുടെയൊക്കെ അർത്ഥം അങ്ങോട്ടും ഇങ്ങോട്ടും
ആ പദവിക്കനുസരിച്ച് മാറും. ഇനി ഇവിടെ യുയുത്സു എന്നുള്ളതിന് നമ്മൾ ഒരു കഥ കൂടെ കുറച്ച് കാര്യങ്ങൾ മനസ്സിലാക്കണം. അതെന്താ ചോദിച്ചാൽ, ഈ മഹാഭാരത യുദ്ധം കൗരവരും പാണ്ഡവരും കൂടിയിട്ടാണ്. അപ്പോൾ അതിൽ പാണ്ഡവർക്ക് 7 അക്ഷൗഹിണിയും കൗരവർക്ക് 11 അക്ഷൗഹിണി. അങ്ങനെ 11ഉം 7ഉം 18 അക്ഷൗഹിണിയാണ്. പ്രൊണൗൺസായില്ലേ? ചിലപ്പോൾ ഈ സ്പീഡിലൊക്കെ സംസാരിക്കുമ്പോൾ 18 അക്ഷൗഹിണി ഒരു ഭാഗത്തൊക്കെ പറഞ്ഞിട്ടുണ്ടാവും. അങ്ങനെയല്ല, 11 8ഉം 18, 11 7ഉം 18. അപ്പോൾ ഈ മധ്യമ പാണ്ഡവനായിരിക്കുന്ന അർജുനൻ തൻ്റെ പേരാളിയായിരിക്കുന്ന പാർത്ഥസാരഥി, പാർത്ഥൻ്റെ സാരഥി, പാർത്ഥൻ എന്ന് പറഞ്ഞാൽ ആരാർത്ഥം? പൃഥുവിൻ്റെ മകനാണ്. പിന്നെ ഈ കുന്തി ദേവിക്ക് പൃഥ എന്നൊരു നാമധേയുണ്ട്. അപ്പോൾ പൃഥുവിൻ്റെ അപ്പോൾ പൃഥയുടെ മകൻ പാർത്ഥൻ, അയാളുടെ പിന്നെ തേരാളി പാർത്ഥസാരഥി. അപ്പോൾ കൃഷ്ണനോട് പറഞ്ഞു, ഈ 2 സേനകളുടെയും ഇടയിൽ എൻ്റെ രഥം കൊണ്ട് നിർത്തുന്നായി. ഓ ശരി, കൊണ്ട് നിർത്തിയപ്പോൾ ഇദ്ദേഹം ഒരു ആഹ്വാനം ചെയ്യാണ്. എന്താ ആഹ്വാനം? ഞങ്ങൾ ധർമ്മപക്ഷത്ത് നിന്നിട്ടാണ് യുദ്ധം ചെയ്യണത്. ഞങ്ങൾക്ക് ആരും പെർമനൻ്റ് ശത്രുക്കളില്ല. അതുകൊണ്ട് ഈ കൗരവ പക്ഷത്ത് ഉള്ളവരാരെങ്കിലും ഞങ്ങൾ ധർമ്മത്തിൻ്റെ പക്ഷത്താണെന്ന് ഉറച്ച് വിശ്വസിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഞങ്ങളുടെ ഭാഗത്തേക്ക് വരാം എന്നൊരു ആഹ്വാനം ചെയ്തപ്പോൾ ഈ യുയുത്സു മാത്രം പൗരവരുടെ അടുത്തേക്ക് വന്നു. അപ്പോൾ ആലോചിച്ച് നോക്കണം, ആർക്കാ ബുദ്ധി ഉണ്ടായത്? ബ്രാഹ്മണർക്കാണോ ക്ഷത്രിയർക്കാണോ ഒരു വൈശ്യന് ബുദ്ധി ഉണ്ട് എന്ന് പറഞ്ഞാണ്. ഇറസ്പെക്റ്റീവ് ഓഫ് ആൾ ഫാക്ട്സ് എല്ലാവർക്കും ബുദ്ധി ഉണ്ട്. അത് നമ്മൾ മനസ്സിലാക്കണം. ഞാൻ ബ്രാഹ്മണന് മാത്രമേ എല്ലാം അറിയുള്ളൂ അങ്ങനെ പറയാൻ പാടില്ല. ആർക്ക് അറിയും അവൻ ബ്രാഹ്മണൻ എന്ന് ആര് പറഞ്ഞു? അത് നമുക്ക് ആക്സെപ്റ്റ് ചെയ്യാം. കാരണം എന്താ? അതാണ് സത്യം. ജന്മനാ ജായതേ ശൂദ്ര കർമ്മണാ ജായതേ ബ്രാഹ്മണ എന്നൊക്കെ അർത്ഥം പറയും. അപ്പോൾ ഒരു പിന്നെ വ്യക്തിയുടെ കയ്യിലിരിപ്പ് എന്താണ്, സമൂഹത്തിന് അയാളുടെ സംഭാവന എന്താണ്, അതൊക്കെ മാനിച്ചിട്ടാണ് ഏത് വംശജരാണെന്നൊക്കെ പറയുക. വെറുതെ വംശം എന്ന് പറഞ്ഞ് കാര്യമില്ല. അപ്പോൾ അതങ്ങനെയില്ലേ. ഇനി നമ്മൾക്ക് 11ാമത്തെ ശ്ലോകം പറഞ്ഞത് സത്സംഗാൻ മുക്ത ദുസ്സംഗോ ഹാതും ന ഉത്സഹതേ ബുധ കീർത്യമാനം യശോ യസ്യ സഹൃദാകർണ്യരോചനം. സത്സംഗ മുക്തസംഗോ, ശ്രദ്ധിക്കുക, സത്സംഗ മുക്ത ദുസ്സംഗോ ഹാതും ന ഉത്സഹതേ ബുധ കീർത്യമാനം യശോ യസ്യ സഹൃദാകർണ്യരോചനം. എന്താ ഈ ശ്ലോകത്തിനർത്ഥം ചോദിച്ചാൽ, സത്തുക്കളോടുള്ള ചേർച്ച ഹേതുവായിട്ട് മോചിക്കപ്പെട്ട ദുസ്സംഗത്തോടു കൂടിയവനായിട്ട്, അവിടെയാണ് കുറച്ച് പ്രശ്നം വരിക. മോചിക്കപ്പെട്ട ദുസ്സംഗത്തോടു കൂടിയവനായിട്ട്, ദുസ്സംഗത്തിൽ നിന്ന് മോചിക്കപ്പെടണമെങ്കിൽ എന്ത് വേണം? ഈശ്വരാധീനം വേണം. ഈശ്വരാധീനം വേണമെങ്കിൽ ഈശ്വരീയ കൃപയ്ക്ക് പാത്രീഭൂതരാവണം. ഈശ്വരീയ കൃപയ്ക്ക് എങ്ങനെയാണ് നമ്മൾ പാത്രീഭൂതരാവുക? ധർമ്മം എന്താണെന്ന് മനസ്സിലാക്കി ധർമ്മം മത ധർമ്മം ചര, ധർമ്മത്തെ പ്രയോഗശാസ്ത്രത്തിൽ കൊണ്ടുവരാൻ സാധിക്കണം. അങ്ങനെയുള്ളവരെ തന്നെയാണ് വിദ്വാൻ എന്ന് പറയുക. ആ വിദ്വാൻ മനസ്സിനെ രുചിപ്പിക്കുന്നതായ, നാവിന് മാത്രമല്ല രുചി, മനസ്സിന് രുചിയുണ്ട്. ചീട്ട് കളിക്കാൻ പോവുക, ചൂത് കളിക്കുക, മദ്യപാനം ചെയ്യുക, മത്സ്യമാംസം കഴിക്കുക, അതൊക്കെ മനസ്സിൻ്റെ രുചിയാണ്. എന്താ വേറൊന്നും കൂടി ഉണ്ട്, ഈശ്വരീയത വളർത്തുക, ഈശ്വരീയതയിൽ ജീവിക്കുക, അത് മനസ്സിൻ്റെ രുചിയാണ്.
അപ്പം മനസ്സിൻ്റെ രുചിക്കായിട്ട് നമ്മൾ ചെയ്യണത് നമ്മുടെ ഉത്കൃഷ്ടത്തിന് വേണ്ടിയിട്ടുള്ളതായിരിക്കണം എന്നുകൂടി നമ്മൾ മനസ്സിലാക്കണം. അപ്പം മനസ്സിനെ രുചിപ്പിക്കുന്നതായ യാതൊരുത്തൻ്റെ, അപ്പോൾ മനസ്സിനെ രുചിപ്പിക്കുന്നത് എന്താണ് ഞാൻ പറഞ്ഞുതരാം. ഇപ്പോൾ ഒരു കാമുകൻ ഒരു കാമുകീനെ പറ്റി ആലോചിച്ചുകൊണ്ടിരിക്കുകയാണ് വിചാരിക്കുക. കാമുകി പറഞ്ഞ സമയത്ത് വന്നില്ല എന്ന് പറഞ്ഞാൽ നമുക്ക് ദുഃഖമായി. ഇനി കാമുകി കാമുകനെ പ്രതീക്ഷിക്കണം. ആ പ്രതീക്ഷ നടന്നില്ലെങ്കിൽ ആർക്ക് ദുഃഖം ഉണ്ടാവും? കാമുകിക്ക് ദുഃഖമായി. അച്ഛനും അമ്മയ്ക്കും മക്കൾ ഇന്നത് അനുവർത്തിക്കണം എന്നൊരു ധാരണയുണ്ടാവും. അത് ചെയ്തിട്ടില്ലെങ്കിൽ അച്ഛനമ്മമാർക്ക് എന്തുണ്ടാവും? മക്കളെപ്പറ്റി ഒരു വിഷമം ഉണ്ടാവും. തിരിച്ചും മക്കൾക്ക് നല്ല കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കാൻ കഴിയാതെ വന്ന അച്ഛനമ്മമാരെ പറ്റി മക്കളെന്താ വിചാരിക്കുക? എൻ്റെ അച്ഛനും അമ്മയ്ക്കും വേണ്ടത്ര ഗൗരവമേറിയ പരിജ്ഞാനം ഇല്ലാത്തത് കൊണ്ടല്ലേ എന്നെ വേണ്ട മാതിരി ബൗൾഡ് ചെയ്യാത്തത് എന്ന് തോന്നിയാലത്തെ സ്ഥിതി എന്തായി? അപ്പം മനസ്സിൻ്റെ രുചി സത്യത്തിൽ ലൗകികതയിലാവരുത്. അച്ഛനായാലും അമ്മയായാലും മക്കളാണെങ്കിലും മരുമക്കളായാലും മനസ്സിൻ്റെ രുചി ആധ്യാത്മികത്തിലാണെങ്കിൽ നമ്മൾ രക്ഷപ്പെടും. ഒരിക്കലും നമ്മൾക്ക് ദുഃഖം ഉണ്ടാവില്ല. ദുഃഖം ഉണ്ടാവുന്നത് എന്താ? പ്രതീക്ഷകൾ ഉണ്ടാകുമ്പോഴാണ്. പ്രതീക്ഷകളെന്ന് പറഞ്ഞാൽ പ്രതീക്ഷകൾ അസ്ഥാനത്തായാൽ ദുഃഖമായി. അപ്പോൾ എന്തിനാണ് പ്രതീക്ഷിക്കേണ്ടത്? ഈശ്വരീയത. അപ്പോൾ ഈശ്വരീയതയാകുന്ന പ്രതീക്ഷ പോസിറ്റീവ് ആവണമെന്നുണ്ടെങ്കിൽ ധാർമ്മികമായ പന്ഥാവിൽ കൂടെ ഞാൻ സഞ്ചരിച്ചിട്ടുണ്ടായിരിക്കണം. അപ്പോൾ ഇവിടെ ഒരു ആദർശ പ്രാർത്ഥന ഒന്നുണ്ട്, ശിവപുരാണത്തിലുള്ളതാ. ഭഗവൻ ഭൂതഭാവേശ ന ജാനേ ഹിതമാത്മന ത്വമേവ സഞ്ചിന്യ വിബോഹിതം മേ കർത്തും അർഹസ്. ഇതിൻ്റെ അർത്ഥം ഞാൻ ഒരു പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട്, പക്ഷെ ഒന്നുകൂടി പറയാൻ വകയുണ്ട് അതിന്. എന്താ? ഒന്നല്ല 100 പ്രാവശ്യം പറഞ്ഞാലും അതിൻ്റെ പാന്തം നമുക്ക് അളക്കാൻ പറ്റില്ല. ആഴം, പാന്തം എന്ന് പറഞ്ഞാൽ ആഴം. അപ്പോൾ മനസ്സിനെ രുചിപ്പിക്കും. അപ്പോൾ ആ ശ്ലോകത്തിൻ്റെ അർത്ഥം എന്താ? അങ്ങ് സന്തത സഹചാരിയായിട്ട് എല്ലാ ജന്മത്തിലും, എൻ്റെ എല്ലാ ജന്മത്തിലും പശുപക്ഷി ലതാദികളായിട്ടും വൃക്ഷമായിട്ടും ഇരുകാലി മൃഗങ്ങളായിട്ടും നാൽക്കാലി മൃഗങ്ങളായിട്ടും ഞാൻ എത്ര ജന്മം എടുത്തിട്ടുണ്ടോ ആ ജന്മത്തൊക്കെ അങ്ങ് എന്ത് ചെയ്തിട്ടുണ്ട്? എന്നെ പരിരക്ഷിച്ച് വന്നിട്ടുണ്ട്. ഏതുപോലെ? എൻ്റെ കർമ്മത്തിൻ്റെ ഫലത്തിന് അനുസരിച്ച്. അപ്പം ഭഗവാനോട് എന്താ പറഞ്ഞത്? ഭഗവൻ ഭൂതഭാവേശ, എല്ലാ ജീവജാലങ്ങളിലും ചൈതന്യമായിട്ടിരിക്കുന്നവേ ന ജാനേ ഹിതമാത്മന, എനിക്ക് എന്ത് കിട്ടിയാൽ സന്തോഷിക്കുമെന്ന് എനിക്കറിയില്ല, അങ്ങക്ക് അറിയാമെന്നാ. കാരണം എന്ത് കർമ്മം ചെയ്താലാണ് ഞാൻ മോക്ഷത്തെ പ്രാപിക്കുക? മോക്ഷത്തെ പ്രാപിച്ചാൽ മാത്രമേ ഈ സായുജ്യ സാമീപ്യ സാരൂപ്യാദികൾ ഉണ്ടാവുള്ളൂ. അല്ലാണ്ട് പുനരഭിജനനം പുനരഭിമരണം അതല്ല നമ്മുടെ ജീവിതോദ്ദേശം. അതുകൊണ്ട് മനസ്സിനെ രുചിപ്പിക്കുന്നതായ യാതൊരുത്തൻ്റെ കീർത്തിക്കപ്പെട്ടിരിക്കുന്ന യശസ്സിനെ, അതായത് ബഹുഭൂരിപക്ഷം ആൾക്കാരും അല്ലെങ്കിൽ ഈശ്വരീയത എന്താണെന്ന് മനസ്സിലാക്കിയിട്ടുള്ളവരൊക്കെ ഭഗവാനെ കീർത്തിക്കും. അപ്പോൾ കീർത്തിക്കപ്പെട്ട യശസ്സിനെ ഒരിക്കൽ കേട്ടിട്ട് ഉപേക്ഷിപ്പാനായിക്കൊണ്ട് ഉത്സാഹിക്കുന്നില്ല. അതാണ് അവിടെ ന ഉത്സാഹതേ എന്നുള്ളത് വന്നത്. അപ്പോൾ അവിടെ നമ്മൾ അപ്പോൾ ന ഉത്സാഹതേ എന്ന് പറഞ്ഞാൽ ഉത്സാഹിക്കുന്നില്ല. ഒരു പ്രാവശ്യം ഈശ്വരൻ്റെ ഗരിമ മനസ്സിലാക്കിയാൽ അതിൽ നിന്ന് നമ്മൾക്ക് താഴാൻ സാധിക്കില്ല. ഇപ്പം നമ്മൾ അധപ്പതിക്കാൻ കാരണം എന്താ? വ്യക്തികൾ അധപ്പതിക്കാൻ കാരണം ഈശ്വരൻ്റെ മഹിമയെ നമ്മൾ അറിയണില്ല. അറിഞ്ഞു കഴിഞ്ഞാൽ താഴത്തേക്ക് വരില്ല. മനസ്സിലായില്ലേ? ഇപ്പോൾ അജാമിളൻ എന്നുള്ള ഒരാളുടെ കഥ നമ്മൾ നാരായണ ജപ മഹാത്മ്യത്തിൽ പറയും. പക്ഷേ വളരെ കാലം അദ്ദേഹം
മത്സ്യമാംസാദികളും മധുപാനീയങ്ങളും കഴിച്ച് നികൃഷ്ടമായി ജീവിച്ചിരിക്കുമ്പോൾ പ്രായമായി 14 വയസ്സായി. ആ സമയത്ത് യമഭടന്മാർ വന്ന് ഇദ്ദേഹത്തിനെ വാരി വരിച്ച് കെട്ടിക്കൊണ്ടുപോകുമ്പോൾ വിദൂരത്ത് കളിച്ചുകൊണ്ടിരിക്കുന്ന തൻ്റെ അവസാനത്തെ മകന് ഇദ്ദേഹം പരപ്രേരണയില്ലാണ്ട് നാരായണൻ എന്ന് പേരിട്ടുണ്ടായിരുന്നു. അപ്പോൾ വിദൂരത്തിൽ കളിക്കുന്ന കൊച്ചു മകനെ വിളിച്ച് കരഞ്ഞു, നാരായണ, പേടിച്ചിട്ടേ യമദൂതന്മാരെ കണ്ടിട്ട്. ഈ വിളി എവിടെ കേട്ടു എന്നാണ് പറഞ്ഞത്? വിഷ്ണുമണ്ഡലത്തിൽ ഭഗവാൻ വിഷ്ണുവിൻ്റെ പാർഷദന്മാർ കേട്ടു. ആരാ നമ്മുടെ ഭഗവാനെ വിളിച്ച് കരയണത്? ഉടനെ അവരവിടെ എത്തി. വാക്ക് തർക്കമായി. ഇത് ഞങ്ങൾക്കുള്ള അമാനത്താണ്, സ്വത്താണ്, നിങ്ങൾക്കുള്ളതല്ല എന്ന് യമഭടന്മാരെ പറഞ്ഞ് മനസ്സിലാക്കി. അപ്പോൾ ആ ഒരു ദുര്യോഗം വന്ന സമയത്ത് നാരായണ എന്നുള്ള ശബ്ദം എങ്ങനെ ഉണ്ടായി ചോദിച്ചാൽ, ഇദ്ദേഹത്തിൻ്റെ മനസ്സിൻ്റെ അടിത്തട്ടിൽ സത്കർമ്മങ്ങൾ ചെയ്തതിൻ്റെ ഫലം കിടക്കുന്നുണ്ട്. നല്ലൊരു ബ്രാഹ്മണശ്രേഷ്ഠൻ്റെ മകനാണ്. നല്ല യൗവനകാലം വരെ വിവാഹം കഴിയണ വരെയും നേരായ മാർഗത്തിൽ സഞ്ചരിച്ചിട്ടുള്ള ആളാണ്. പിന്നെ ഒരു ദുർബല നിമിഷത്തിൽ അച്ഛന് ചമത പെറുക്കാൻ പോയപ്പോൾ ഒരു ശൂദ്ര സ്ത്രീയെ കണ്ടു. അവളൊരു മതാലസ്യായിരുന്നു. അവളുടെ ഒപ്പം ജീവിക്കണമെന്ന് തോന്നി ഒരു ദുർബല നിമിഷത്തിൽ. അപ്പോൾ ഈ കഥകളൊക്കെ എന്തിനു വേണ്ടിയിട്ടാണ്? ചെയ്ത കർമ്മത്തിൻ്റെ ഫലം അനുഭവിക്കാണ്ട് നമുക്ക് പോകാൻ പറ്റില്ല. അത് നന്മയായിക്കോട്ടെ തിന്മയായിക്കോട്ടെ, മനസ്സിലായില്ലേ? അപ്പോൾ ഇവിടെ ആ മനസ്സിനെ രുചിപ്പിക്കുന്നതായ യാതൊരുത്തൻ്റെ കീർത്തിക്കപ്പെട്ടിരിക്കുന്ന യശസ്സിനെ ഒരിക്കൽ കേട്ടിട്ടുണ്ടെങ്കിൽ അതിനെ ഉപേക്ഷിക്കാനായിക്കൊണ്ട് ഉത്സാഹിക്കാൻ പറ്റില്ല എന്നാണ് പറഞ്ഞത്. ഇനി അതിൻ്റെ ഭാവാർത്ഥം പറഞ്ഞു നിർത്താം. അവർക്ക് കൃഷ്ണവിരഹ ദുഃഖം അസഹ്യമായിരുന്നതിന് കൈമുത്യനായേന കാരണം പറയുന്നു. കൈമുത്യനായ ഇത് മനുസ്മൃതിയിൽ, വിതുരനീതിയിൽ, അതേമാതിരി ഭഗവത്ഗീതയിൽ, അതേമാതിരി പരാശര സംഹിതയിലൊക്കെ ന്യായങ്ങളെ പറയും. ആ ന്യായങ്ങൾക്ക് സന്ദർഭോചിതമായിട്ട് അർത്ഥവത്തായിട്ടുള്ള ചില പേരുകളുണ്ട്. അതിൽ ഒന്നാണ് കൈമുത്യനായം. മുക്തി നടിക്കാൻ മുക്തി അനുഭവിക്കാനുള്ള ധാർമ്മിക കാര്യങ്ങൾ എന്തൊക്കെ, അത് നീതിപൂർവമായിരിക്കണം. അങ്ങനെയാണ് കൈമുത്യനായേന കാരണം പറയുന്നു. സാധുക്കളോടുള്ള സഹവാസം നിമിത്തം, ഈ സാധുക്കളെ എന്ന് പറഞ്ഞാൽ പിച്ചക്കാരല്ല, ഞാൻ എപ്പോഴും പറയാറുണ്ട്, സാത്വിക ഗുണനിധികളെന്ന് അർത്ഥം പറയണം. അപ്പോൾ സാത്വിക ഗുണനിധികളുള്ള സഹവാസ നിമിത്തം ഒഴിപ്പാൻ കഴിയാത്തതായ ആർക്കാ ഒഴിപ്പാൻ കഴിയാത്തത്? ലൗകികതയിൽ നട്ടം തിരിയുന്നവർക്ക് പുത്രനെയും ഗൃഹത്തിനെയും ഐദർ സ്പൗസിനെയും ഉപേക്ഷിക്കാൻ പറ്റില്ല. എന്നാൽ അത് ഉപേക്ഷിക്കണോ? ചില സമയത്ത് ഉപേക്ഷിക്കേണ്ടി വരും. എന്ന് പറഞ്ഞാൽ ഞാനതിൻ്റെ കാര്യം പറഞ്ഞ് മനസ്സിലാക്കി തരാം. നിങ്ങൾ സപ്താഹങ്ങൾ കേട്ടിട്ടുണ്ടല്ലോ. സപ്താഹങ്ങളിൽ ഈശ്വരൻ്റെ സ്വർഗാരോഹണം വരും. ഈശ്വരൻ്റെ സ്വർഗാരോഹണം വരുമ്പോൾ എല്ലാവരും നാരായണ 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 ഹരേ രാമ എന്നൊക്കെ ജപിക്കും. അപ്പോൾ ഈ ഭഗവാൻ, ചിലവർ പറഞ്ഞു 100 വയസ്സിൽ, ചിലവർ പറഞ്ഞു 125 വയസ്സിൽ, എത്ര ആയിക്കോട്ടെ, ഭഗവാൻ സ്വർഗാരോഹണം ചെയ്യുന്ന സമയത്തും അവരുടെ അച്ഛനും അമ്മയും ഉണ്ടായിരുന്നു എന്നാണ്. 16,008 കൺസോർട്സും ഉണ്ടായിരുന്നു. അവരെ പറ്റി ഭഗവാൻ ആലോചിച്ചുവോ? ഇല്ല. ഭഗവാൻ എന്തേ വേണ്ടു? ഭഗവാൻ എന്തിനു വേണ്ടി അവതരിച്ചു? സജ്ജനങ്ങളെ സംരക്ഷിക്കുക, ദുഷ്ടജനങ്ങളെയൊക്കെ ഒരു പാഠം പഠിപ്പിക്കുക. അപ്പോൾ ഭഗവാനും നമുക്ക് കൂടിയിട്ടുള്ള വ്യത്യാസം എന്താ? നമ്മൾ പ്രാരബ്ധ കർമ്മങ്ങൾ അനുഭവിക്കാൻ വേണ്ടിയിട്ടാണ് ജനിക്കുന്നത്. ഭഗവാൻ ജനിക്കുന്നത് സ്വന്തം ഇച്ഛപ്രകാരം ആർക്കൊക്കെ മോക്ഷം കൊടുക്കണം, ആരേനൊക്കെ നേർവഴിക്ക് നയിക്കണം എന്ന് മനസ്സിലാക്കിയിട്ടാണ്. അപ്പോൾ നമ്മളെപ്പോലെ പാപപുണ്യങ്ങൾ ആരെ ബാധിക്കണില്ല? ഈശ്വരനെ ബാധിക്കണില്ല. അതുകൊണ്ട് ഈശ്വരൻ പോകുമ്പോൾ ഈശ്വരന് ഈ പ്ലെയിൻ ടോക്കിൽ നമുക്ക് പറയാം, ഈശ്വരൻ ആർക്കും ഉപകാരവും ചെയ്യണില്ല, ഈശ്വരൻ ആർക്കും ഉപദ്രവവും ചെയ്യണില്ല. പക്ഷെ നമ്മൾ
ഈശ്വരനോടുള്ള പ്രതിപത്തി നിമിത്തം എന്നെ ഈശ്വരൻ കാത്തു. ആയിക്കോട്ടെ, പറഞ്ഞോളൂ. പക്ഷേ ഒരു അപകടം വരുമ്പോൾ, ഇപ്പോൾ വയനാട്ടിൽ ഒരു അതിദാരുണമായിട്ടുള്ള ഉരുൾപൊട്ടലുണ്ടായി. അതിൽ മുസ്ലിം സഹോദരന്മാരുടെ പ്രാർത്ഥനാലയങ്ങൾ നശിച്ചിട്ടുണ്ട്, ക്രൈസ്തവ വിഭാഗത്തിൻ്റെ നശിച്ചിട്ടുണ്ട്, സനാതന ധർമ്മത്തിലെ ഹിന്ദു വിഭാഗത്തിലുള്ളവരുടെ അമ്പലങ്ങൾ പോയിട്ടുണ്ട്. അത് വിചാരിച്ചിട്ട് നമ്മൾക്ക് ഈശ്വരഭജനം വേണ്ടാന്ന് പറയാൻ പറ്റുമോ? ഇല്ല. കാരണം പ്രകൃതി ഓരോ സമയത്ത് ഓരോ പാഠങ്ങൾ നമ്മളെ പഠിപ്പിക്കുന്നത് നമ്മൾ കുറേ കൂടി ജാഗരൂകരായിട്ട് മനുഷ്യന് അധിവസിക്കാവുന്ന പ്രദേശങ്ങളെപ്പറ്റി ചില മാനദണ്ഡങ്ങൾ പറയുന്നുണ്ട്. അതൊന്നും നമ്മൾ മനസ്സിലാക്കാതെ കണ്ട് കാട് കയറി ജനവാസാക്കി മാറ്റുമ്പോൾ പ്രകൃതിക്ക് ചില ഉഷ്ണങ്ങളുണ്ട്. നമ്മൾ തുമ്പും. എന്തിനാ തുമ്പണത്? തുമ്പണത് ശരീരതാപം, ഉള്ളിലത്തെ താപം പുറത്തെ താപം കോംപ്രമൈസിൽ കൊണ്ടുവരാൻ വേണ്ടിയിട്ടാണ്. പരമശയോ അതേമാതിരി ഈ വാഹനങ്ങൾ, അശോക് ലേലൻഡ് അല്ലെങ്കിൽ ബെൻസ് ബ്രേക്ക് സിസ്റ്റം ഹൈഡ്രോളിക് സിസ്റ്റം ആകുമ്പോൾ എക്സസ് വരുന്ന എന്താ പറയുക, പ്രഷർ, ഈ കാറ്റിൻ്റെ പ്രഷർ റിലീസ് ചെയ്യും. അത് നമുക്ക് ശബ്ദം കേൾക്കും. അത് വണ്ടിയുടെ കുഴപ്പമില്ല. വണ്ടിയുടെ ആവശ്യത്തിന്, ബ്രേക്കൊക്കെ വർക്ക് ചെയ്യാനുള്ള ആവശ്യത്തിനുള്ള എയറെ സൂക്ഷിക്കുന്നുണ്ട് കംപ്രഷറിൽ. അപ്പോൾ ഇങ്ങനെ ഇതൊരു ഞാൻ എപ്പോഴും പറയാറുണ്ട്, ഈ ഭാഗവതം എന്നുള്ളതൊരു സയൻറ്റിഫിക് റീസണിങ്സോട് കൂടിയിട്ടുള്ള ഒരു ഗ്രന്ഥമാണ്, ധർമ്മശാസ്ത്ര ഗ്രന്ഥമാണ്. അല്ലാണ്ട് അറിവില്ലായ്മയോ അല്ലെങ്കിൽ അന്ധവിശ്വാസത്തിൻ്റേതല്ല. അതാരാ പറയുക അങ്ങനെ ഇത് അന്ധവിശ്വാസമാണ് ഇതിൽ പറഞ്ഞത് എന്നൊക്കെ? സനാതനധർമ്മം എന്താണെന്ന് അറിയാത്തവർ, ഞാൻ ഒരാളേനും പേരെടുത്ത് പറയില്ല, കാരണം അതിൻ്റെ ആവശ്യമില്ല. കാരണം നമ്മുടെ ഹിന്ദുക്കൾക്ക് തന്നെ ഇത് എന്താണെന്നുള്ളത് മനസ്സിലാക്കിയിട്ടില്ലല്ലോ. സത്യം അതല്ലേ? അപ്പോൾ ആരെയും നമ്മൾ കുറ്റം പറയണ്ട. ആരാണ് ഇതിനെ അനുസന്ധാനം ചെയ്യണത് അവരൊക്കെ രക്ഷപ്പെട്ടിട്ടുണ്ട്. അപ്പോൾ ഇവിടെ പറഞ്ഞു വന്നതിൻ്റെ താല്പര്യം, പുത്രാദിബന്ധത്തെയും ഒഴിച്ചിരിക്കുന്ന വിദ്വാൻ. ഈ മോക്ഷം ആർക്കാ കിട്ടുക? അവരവരുടെ കർമ്മം ചെയ്ത് ഭഗവാൻ പറയുന്ന രീതിയിൽ മറ്റുള്ളവർക്ക് പ്രീതികരമായിട്ട് ജീവിക്കുന്നവർക്കൊക്കെ വിദ്വത്തുണ്ട്, വിദ്യ അറിയും. മനസ്സിലായില്ലേ? അപ്പോൾ ഒഴിച്ചിരിക്കുന്ന വിദ്വാൻ ആ സാധുക്കൾ കീർത്തിക്കുന്നതായ മനോജ്ഞമായ ശ്രീകൃഷ്ണ കീർത്തിയെ ഒരിക്കൽ കേൾക്കയാൽ ആ സാധുക്കളെ വിട്ടുപോവാൻ ശക്തനായി വരുന്നില്ല എന്ന് പറഞ്ഞിട്ട് ആണ് നിർത്തിയത്. അവിടെ നമുക്ക് നിർത്താം. ഏവർക്കും ശ്രീ ഹരിയുടെ അനുഗ്രഹാശിസ്സുകൾ നിർലോഭമുണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് വാക്കുകൾ ചുരുക്കുന്നു. നമസ്കാരം. നാളെ കാണാം.